ഇത് വേടനെ കുടുക്കിയത്, ഈ കറുത്ത മുത്തിനെ ഭയപ്പെടുന്നതാര്? ഇപ്പോൾ വേടനാണ് താരം. വേടനെ പോലെ സോഷ്യൽ മീഡിയയിൽ ജ്വലിക്കുന്ന താരങ്ങൾക്ക് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേടനെ ഭയപ്പെടുകയാണ് താരങ്ങളും സിനിമാക്കാരും സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരുമൊക്കെ. വേടൻ എന്ന ഹിരൺദാസ് മുരളിയെക്കുറിച്ചുള്ള അറിവ് കുറച്ച് കൂടുതലായി പകർന്നു തന്നതിന് കേരള പോലീസിനും എക്സൈസ് വകുപ്പിനും ഇപ്പോൾ ഇതാ ഫോറസ്റ്റ് വകുപ്പിനും നമുക്ക് നന്ദി പറയാം. കറുമ്പനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന കാലത്തിൽ നിന്നും കറുത്ത വസ്ത്രമണിഞ്ഞ് റാപ്പ് ക്യാമ്പുകളിൽ ആരാധകരെ തീപിടിപ്പിക്കുവാൻ വന്നവൻ, നാടൻ പാട്ടും നാടൻ ശീലുകളും അധകൃതൻ്റെതും റാപ്പും പോപ്പും സവർണൻ്റെതെന്നും പറഞ്ഞു വെച്ച സംസ്കാരത്തെ മാറ്റിമറിച്ച് അധകൃതൻ റാപ്പ് പാടിയാലും ആരാധകർ ജനസാഗരമാകുമെന്ന് കാണിച്ച് പഴയ ശീലങ്ങളെ ഉടച്ചു വാർത്തവൻ, വരേണ്യവർഗത്തിനെതിരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പൊതുയിടത്തിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചവൻ, സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് തക്കതായ മറുപടി നൽകാൻ കരുത്തു കാട്ടിയവൻ, വേടൻ്റെ സൃഷ്ടികളെല്ലാം തന്നെ അലറിമറിയുന്ന ആരാധകരെ ഇളക്കി മറിക്കാൻ പോന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മൃഗവേട്ടയടക്കം ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് വേടനെതിരെ വനം വകുപ്പ് നടപടി കടുപ്പിച്ചിരിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം 7 വകുപ്പുകളാണ് വേടനെതിരെ വനം വകുപ്പ് ചുമത്തിയത്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇതെല്ലാം. കേരളത്തിലെ ഇപ്പോഴത്തെ കൗമാരക്കാർക്കിടയിൽ വേടൻ വലിയ സംഭവമായിരുന്നുവെങ്കിലും 80-90 കിഡ്സിനിടയിൽ വലിയ സംഭവമൊന്നുമായിരുന്നില്ല. കേരളത്തിലെ കൗമാരക്കാരുടെ ഇഷ്ടങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു ഊളത്തൊപ്പി അവരെ എടുത്ത് തലയിൽ വെച്ചവരാണവർ. ആയതിനാൽ അവരുടെ ഇഷ്ടങ്ങളുടെ മാനദണ്ഡം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. വേടൻ്റെ ജന്മമാണ് ഇവിടുത്തെ മുഖ്യ പ്രശ്നം. ശ്രീലങ്കയിൽ ജാഫ്നയിലുള്ള അമ്മയും മുളങ്കുന്നത്തുകാവിലെ അച്ഛനും ചേർന്നുള്ള ആ ജന്മത്തിൽ അവൻ എന്തൊക്കെയോ കഴിവുകൾ കുമിഞ്ഞുകൂടിയിരുന്നു. വലിയ വലിയ പ്രശ്നങ്ങളെ വളരെ നിസ്സാരമായി ജനങ്ങൾ എത്തിക്കുന്നതിൽ അവൻ്റെ ശൈലി പഴയ തെരുവ് നാടകക്കാരെക്കാളും ഇടതുപക്ഷ പ്രാസംഗികരെക്കാളും രസകരമായപ്പോൾ അവൻ അറിയാതെ തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അധികം പാട്ടുകൾ അല്ലെങ്കിൽ കവിതകൾ ഒന്നും ഹിറ്റുകൾ അല്ലെങ്കിൽ കൂടിയും ഉള്ളത് വളരെ ഭംഗിയായി തനത് തൃശ്ശൂർ ശൈലിയിൽ അവതരിപ്പിച്ചപ്പോൾ കൊല്ലത്തുകാരും കണ്ണൂരുകാരും അടക്കം അവൻ്റെ ആരാധകരായി മാറുകയായിരുന്നു എന്നുള്ളതായി. സ്വന്തം കവിതകളും പാട്ടുകളുമൊക്കെ രചിച്ച് ആരാധകർക്ക് രസിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് മുൻപിൽ അവതരിപ്പിച്ച് അവരുടെ മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാൻ വേടന് കഴിഞ്ഞു എന്നുള്ളതാണ്. കറുത്തവൻ എന്ന പരിഹാസത്തെ അതിജീവിച്ച് സ്വന്തമായി വഴിവെട്ടി വന്നവൻ, വ്രണിതഹൃദയനെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് പ്രിയപ്പെട്ടവനായി മാറിയവൻ. നമുക്കറിയാം, വമ്പൻ സ്റ്റേജ് ഷോകൾക്കിടയിലെ കാണികളിൽ നിന്നും കള്ളിമുണ്ടും കീറ ഷർട്ടുമൊക്കെ ഇട്ടുകൊണ്ട് ഒരുത്തൻ സ്റ്റേജിലേക്ക് കയറി വരികയും കാണികളിൽ ആദ്യം കൺഫ്യൂഷനും പിന്നീട് കൺവിൻസുമായി മാറിയ കലാഭവൻ മണിയുടെ അഭാവത്തിൽ ആ വിടവ് നികത്തുവാൻ വേടൻ എന്ന് പറയപ്പെടുന്ന ആൾക്ക് സാധ്യമാകുന്നു എന്നതിൽ തൃശ്ശൂർക്കാർക്കടക്കം സമാധാനിക്കാം. മണിക്ക് ശേഷം കുറേ എണ്ണം സ്റ്റേജിൽ കിടന്നും പാടിയും ഓടിയുമൊക്കെ പാട്ടുകൾ പാടുന്നുണ്ട് എങ്കിലും അവർക്കൊന്നും സാധിക്കാത്തത് വേടനാകുന്നു എന്ന് വേണം നമ്മൾ കരുതുവാൻ. അതാണ് ഭരണ സംവിധാനങ്ങൾക്കടക്കം പേടി തുടങ്ങിയിരിക്കുന്നത് എന്നതാണ്. വർണ്ണവിവേചനങ്ങൾക്കെതിരെ, ജാതി വ്യവസ്ഥകൾക്കെതിരെ, ഭരിക്കുന്നവർക്കെതിരെ, ഈടിക്കെതിരെ ഒരു ചെറുപ്പക്കാരൻ പാടിയും പറഞ്ഞും അവതരിപ്പിക്കുമ്പോൾ കാണികളിൽ നിന്നും വരുന്ന ആ കയ്യടിയാണ് അധികാരികളെ തളർത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈയിടെ വടകരയിലൊരു യോഗത്തിലെത്തിയപ്പോൾ 90% ആളൊഴിഞ്ഞ കസേരകൾ കണ്ട അദ്ദേഹം സംഘാടകരെ തെറി വിളിച്ചപ്പോൾ ആ ദിവസം തന്നെ വേടൻ്റെ പരിപാടികൾക്ക് ആളുകൾ കൂടിയതുകൊണ്ട് പോലീസിന് പരിപാടി തന്നെ നിർത്തിവെപ്പിക്കേണ്ടി വന്ന അവസ്ഥ സംജാതമായപ്പോൾ ആരിലും തോന്നാവുന്ന ആ കണ്ണുകടി നമ്മൾ കണ്ടതുമാണ്. ജ്വലിക്കുന്ന താരങ്ങൾ, സിനിമാക്കാർ, സെലിബ്രിറ്റികളൊക്കെ ചിന്തിക്കേണ്ടത് ഇതൊന്നുമല്ല, മറ്റൊരു രീതിയിലാണ് വേടനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇവരൊക്കെ വിജയിച്ചു കയറുന്നത് കേരളത്തിലാണ്. ഇവിടെ ആർക്കും ആരെയും ഇഷ്ടമില്ലാതാകുന്നു. അസൂയക്കാരുടെയും കുതികാൽ വെട്ടുകാരുടെയും സംസ്ഥാന സമ്മേളനമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വന്തം കൂട്ടുകാരിൽ നിന്നും, അയൽവക്കക്കാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, പഴയ അലുമിനി കൂട്ടുകാരിൽ നിന്നും പാരകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.
ആയതിനാൽ നിങ്ങൾ വളരുന്നതിനനുസരിച്ച് ഇവരിൽ നിന്നൊക്കെ ലേശം മാറി നിന്നാൽ കുറേയൊക്കെ പാരകൾ നിങ്ങൾക്ക് അതിജീവിക്കാനാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി വേടനോടൊപ്പമുണ്ട്. ഇത്രയും വൃത്തികെട്ട ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ നാം ജീവിക്കുമ്പോൾ പരമാവധി ജാഗ്രത, സൂക്ഷ്മത ഇതൊക്കെ പുലർത്തിയാൽ കുറേ നാൾ കൂടി നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് കയറാനാകും എന്നുകൂടി പറയട്ടെ. വേടനടക്കമുള്ളവർക്ക് നിങ്ങളൊന്ന് പ്രശസ്തനായി വരുമ്പോൾ അപ്പോൾ തന്നെ കുറേ വക്കുപൊട്ടിയ പെണ്ണുങ്ങൾ നിങ്ങളുടെയൊക്കെ പിന്നാലെ കൂടും. നിങ്ങളുടെ കൂടെ കള്ളു കുടിക്കുവാനും യാത്രകൾ ചെയ്യുവാനും കഞ്ചാവ് പുകയ്ക്കുവാനും കൊക്കൈൻ വെച്ച് നക്കുവാനുമൊക്കെ ഇവർ കൂടെ ഉണ്ടാകും. ഇനി ഇവർ വിചാരിച്ചതുപോലെ നിങ്ങൾ പെരുമാറിയില്ല, നീങ്ങിയില്ല എങ്കിൽ ചതികളായി, മീട്ടുവായി, കേസായി, അങ്ങനെ 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 പലതും. ബുദ്ധിയുള്ളവർ കാശ് കൊടുത്തൊതുക്കും, അല്ലാത്തവർ വീട്ടിലിരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പ്രശസ്തരാകുമ്പോൾ, നിങ്ങൾ പറയുന്നത് ജനം കേൾക്കുമ്പോൾ, അവരത് അനുസരിക്കുമ്പോൾ, നിങ്ങളെ കാണുവാൻ അവർ ഉറക്കമിളച്ചു കാത്തിരിക്കുമ്പോൾ ആദ്യം പേടിക്കുക നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് എന്ന് പറയട്ടെ. അവരിപ്പോൾ നിങ്ങളിൽ നക്സലൈറ്റിനെ കാണുന്നു, നിങ്ങളിൽ മാവോയിസ്റ്റിനെ കാണുന്നു, നിങ്ങളിൽ തീവ്രവാദികളെ കാണുന്നു. അവർക്ക് പോലീസ് ജീപ്പുകൾ കത്തിക്കാം, സർക്കാർ ബസ്സുകൾ അടിച്ചു പൊട്ടിക്കാം, പ്രിൻസിപ്പാളിനെ ഘരാവോ ചെയ്യാം. എന്തിനധികം പറയുന്നു, നമ്മുടെ നിയമസഭയിലെ സ്പീക്കറുടെ കസേരയുണ്ടല്ലോ, ആ കസേര വരെ പൊക്കിയെടുത്തു കൊണ്ടുപോയി കാവടിയാട്ടം നടത്താം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതൊക്കെ ചെയ്താൽ മാത്രമേ മന്ത്രിസ്ഥാനം ലഭിക്കുകയുള്ളൂ എന്നവർക്ക് അറിയുകയും ചെയ്യാം. വേടനെ കഞ്ചാവിൽ പിടികൂടുന്നതിന് മുന്നേ തന്നെ 2 സംവിധായകരെയും ലേശം കഞ്ചാവിൻ്റെ പേരിൽ പോലീസും എക്സൈസും പിടികൂടിയിരുന്നു എന്നുള്ളത് ആ വാർത്തയും എല്ലാവരും കേട്ടതാണ്. പക്ഷെ അതിനു മുന്നേ പോലീസിനെ കണ്ട് 3-ാം നിലയിൽ നിന്നും ഇറങ്ങി ഓടിയ ഒരുത്തൻ ഭരണാധികാരികളുടെ ആവശ്യപ്രകാരം കീഴടങ്ങിയെങ്കിലും അധികാരികൾ ആ സ്ത്രീയെ കൊണ്ട് മാപ്പ് വാങ്ങിക്കൊടുത്തതും കേരളത്തിൽ നടന്ന സംഭവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് ആദ്യം 30,000 കോടികളുടെ സിന്തറ്റിക് മയക്കുമരുന്ന് പിടിച്ചിട്ടും ഇപ്പോൾ ഇതാ ഇവിടെ 10,000 കോടിയുടെ ഡ്രഗ്സ് പിടിച്ചിട്ടും ഇവിടുത്തെ മീഡിയ അതൊക്കെ എന്താ ചെയ്യുന്നത്? സ്ക്രോൾ വാർത്തകളാക്കി മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 5 ഗ്രാം കഞ്ചാവും 1.5 ഗ്രാം കഞ്ചാവും ഒക്കെ ഫ്ലാഷ് ന്യൂസും പിന്നെ ചർച്ചകളുമൊക്കെ ആയി മാറുന്ന കാലഘട്ടത്തിൽ ഈ വക വ്യവസ്ഥിതിക്കെതിരെയാണ് പോരാടേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഇടനിലക്കാർ എന്ന് പറയപ്പെടുന്ന പല കേസുകളും സ്ത്രീകളാണ്. എല്ലാ കേസുകളിലും മുഖ്യപ്രതികൾ സ്ത്രീകളാവുകയാണ്. അതിപ്പോൾ കഞ്ചാവ് സപ്ലൈ ആയാലും, പെൺവാണിഭമായാലും, പോക്സോ കേസായാലും എല്ലാറ്റിലും 1-ാം പ്രതി സ്ത്രീകളാണ്. അപ്പോൾ എന്ന് വെച്ച് സ്ത്രീകളൊക്കെ പ്രശ്നക്കാരാണെന്നോ മോശക്കാരാണെന്നോ അല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. എല്ലാവരെയും ഉദ്ദേശിച്ചുമല്ല അങ്ങനെ പറയുന്നത്. ലോകം മുഴുവൻ കോൾപ്ലേ എന്ന സംഗീത വിദ്വാൻമാർ കീഴടക്കുമ്പോൾ, ടിക്കറ്റുകൾ മാസങ്ങൾക്ക് മുന്നേ വിറ്റ് തീരുമ്പോൾ ഇവിടെ പുതിയൊരു സംസ്കാരം പിറവിയെടുക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിലും ഒരു റാപ്പ് ബാൻഡ് തുടങ്ങിക്കൂടാ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിൽ തെറ്റ് കാണാൻ കഴിയുമോ? അന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ റോക്ക് ബാൻഡ് കൊച്ചിയിൽ നിന്നാണ് ആരംഭിച്ചത് തന്നെ. 13 AD എന്ന പേരിൽ കൊച്ചിക്കാർ ആരംഭിച്ചപ്പോൾ അത്തരത്തിലൊരു ബാൻഡ് ഒരു പാലക്കാട്ടുകാരി അതിനിടയിൽ കയറി ചെന്നാണ് അത് തവിടുപൊടിയാക്കിയത് എന്നുള്ളതാണ്. പിന്നീട് അവിയലും സാമ്പാറും തൈക്കുടം ബ്രിഡ്ജും അങ്ങനെ 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 കുറേ മുളച്ചുപൊന്തിയെങ്കിലും അതുമൊക്കെ കനകം മൂലം കാമിനി മൂലം എല്ലാം ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു വേടൻ രംഗത്ത് വന്നതും സവർണ മേധാവിത്വത്തെ വേട്ടയാടാൻ തുടങ്ങിയതും അലറിമറിയുന്ന ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞതും ഒരു പ്രോഗ്രാമിന് 5 ലക്ഷം മുതൽ 7.5 ലക്ഷം രൂപ വരെ പ്രതിഫലം പറ്റി അരങ്ങ് തകർക്കുമ്പോൾ ഇവിടുത്തെ സവർണ തമ്പുരന്മാർക്ക് കണ്ണുകടി തുടങ്ങിയതും അന്നു മുതലാണ്. അപ്പോൾ അതൊക്കെ ആകാം വേടനെ ചിലപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റിക്കൊടുത്തത് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വേടനെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്നത് ഉറപ്പല്ലേ? വേടൻ്റെ ദൃശ്യം ചാനലുകൾക്ക് കൊടുത്തവർ എന്തുകൊണ്ട് കായംകുളം MLAയുടെ മകനടക്കമുള്ളവരെ പിടിച്ചപ്പോൾ ഇതുപോലെ ചെയ്തില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കേട്ടോ. ചിലരുടെ മാത്രം സ്വകാര്യ ഇടങ്ങളിൽ 1.5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുമ്പോൾ അതാ ഞങ്ങൾ വലിയ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന വ്യാജ അവകാശവാദങ്ങളിൽ കേരളം വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? വലിയ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരുതരം അഭിനയമാണിതെല്ലാം എന്ന് പറയേണ്ടിയിരിക്കുന്നില്ലേ? ദൃശ്യങ്ങളെടുത്ത് ചാനലുകാർക്ക് കൊടുത്ത് മിടുക്കരാകുന്ന ഇത്തരം അഭ്യാസങ്ങൾക്ക് പുറത്ത് ആത്മാർത്ഥമായ എന്ത് ശ്രമങ്ങളാണ് സിനിമാ മേഖലയിൽ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നടത്തുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുകൂടി പറയട്ടെ. ഈ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട്
അവരെ പിടിക്കുമ്പോൾ കുറേ ആളുകൾ പേടിച്ച് ലഹരി ഉപയോഗിക്കാതിരിക്കുമെന്നുള്ള വരട്ട് ന്യായമാണ് അതിൽ നിന്ന് പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കാൻ മാത്രം മൂഢരല്ല മലയാളികളെന്ന് മനസ്സിലാക്കുക. എങ്കിൽ കായംകുളത്തെ MLA-യുടെ മകനടക്കമുള്ളവരെ പിടിച്ചപ്പോൾ ഇതുപോലെ ദൃശ്യങ്ങൾ പുറത്തു വിടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം പറയണ്ടേ? അന്ന് നിഷ്പക്ഷമതിയായിരുന്നുവെങ്കിൽ അത് കുറെ കൂടി വിശ്വാസ്യത നൽകുമായിരുന്നില്ലേ? അതും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ നിലപാടുകളിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇരട്ടത്താപ്പുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് MLA-യുടെ മകനെതിരെ നിയമ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വൈരാഗ്യബുദ്ധിയോടെ വേട്ടയാടാൻ ആവേശം കാണിച്ച സർക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുണ്ടല്ലോ. ആ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ വേടനെ പോലുള്ളവരുടെ രാഷ്ട്രീയത്തെ പോലും നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് സഹായകരമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകനെ മദ്യപിച്ച് വാഹനമോടിച്ച് ഇടിച്ചുകൊന്ന കേസിൽ പിണറായി സർക്കാർ പൊത്തിപ്പിടിച്ച് സംരക്ഷിക്കുന്ന ഒരാളുണ്ടല്ലോ, ശ്രീറാം വെങ്കട്ടരാമൻ IAS. ആ ശ്രീറാം വെങ്കട്ടരാമൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഡയാലിസിസ് നടത്തി രക്തം ശുദ്ധീകരിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുത്ത നോക്കുകുത്തികളാണ് കേരള പോലീസ് ഉള്ളതെന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയവനെ കാണുമ്പോഴുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഊഞ്ഞാലാട്ടം വേടൻ്റെ അറസ്റ്റിലും കാണാവുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വേടൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയ 6 ഗ്രാം കഞ്ചാവ് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിയമ നടപടി ഇതിന് സ്വീകരിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വേടനെ ക്രൂശിക്കുന്നവർ പക്ഷേ ശ്രദ്ധിക്കുക. വലിയവന്മാരുടെ അന്തഃപുരങ്ങളിലിരിക്കുന്ന ആനക്കൊമ്പുകൾക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും അതെല്ലാം ആനക്കൊമ്പല്ല എന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വേടൻ്റെ സ്വാധീനം ഒരു നാൾ കൂടിയാൽ ഈ പുലിനഖം വെറും പൂച്ചനഖമായി മാറുമോ എന്നുകൂടി സംശയമുണ്ട്. കേരളത്തിലെ മഹാനടൻ്റെ ആനക്കൊമ്പിന് സംരക്ഷണം കൊടുക്കുന്ന മന്ത്രിമാർ കേരളത്തിലുള്ളപ്പോൾ ഈ ചെറിയവന് കിട്ടുന്ന സമ്മാനങ്ങൾക്ക് പോലും പേടിക്കേണ്ട ഗതികേടുണ്ട് എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ട്. ഇപ്പോൾ ആ മഹാനടൻ്റെ ആനക്കൊമ്പ് എന്ത് ചെയ്തു? എവിടെയാണ് ആ കേസ്? അതുപോലെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു നടനും MLA-യുമായ മഹാന് നേരെ പരാതിപ്പെട്ടിട്ട്, ഒരു സ്ത്രീ പരാതിപ്പെട്ടിട്ട് ഇന്ന് ആ കേസിൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. പുലിപ്പല്ലാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വിഷയം. കേരളത്തിൽ ആനക്കൊമ്പ് വിഷയം ഏതാണ്ട് തീർത്തു കഴിഞ്ഞു. കേരളത്തിലെ മഹാനടൻ്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് പിടിച്ചതാരും ഓർക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും സത്യവും. കലാരംഗത്ത് മുഖ്യധാരാ സെലിബ്രിറ്റികൾക്ക് സമാനമായ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവർക്ക് ലഭിച്ച സംയമനവും അവസരവും വേടൻ്റെ കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. വേടൻ്റെ പാട്ടുകളിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് പുതിയ കാലത്തെ സാമൂഹിക നീതിയുടെ പോരാട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നോക്ക വിഭാഗക്കാരനായതുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ പാടില്ല വേടനെ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദളിതനായതുകൊണ്ട് വേടനെ വേട്ടയാടുന്നു എന്ന നരേറ്റീവുകൾ പലരും തന്നെ ഇറക്കിയിട്ടുമുണ്ട്. ചില ആളുകൾക്ക് അധികാരവും അഴിമതിയുമാണ് ലഹരി, കാരണഭൂതനെ പോലെ. ചിലർക്ക് വർഗീയതയാണ് ലഹരി, സംഘികളെപ്പോലെ. ചില ആളുകൾക്ക് സിന്തറ്റിക് ഡ്രഗ്സാണ് ലഹരി, ഷൈൻ ടോമിനെ പോലുള്ളവർക്ക്. ഇനി ചില ആളുകൾക്ക് കഞ്ചാവാണ് ലഹരിയെങ്കിൽ ചില ആളുകൾക്ക് ലഹരി കേസിൽ ഉൾപ്പെടുന്നവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നതാണ് ഒരു ലഹരി എന്ന് പറയപ്പെടുന്നത്. കായംകുളത്തെ പ്രതിഭയെപ്പോലെ. ചില ആളുകൾക്ക് പുകയാണ് ലഹരി, കനിവിനെ കാത്ത് തലോടിയ സജി ചെറിയാനെ പോലെ. അല്ലെങ്കിൽ തന്നെ ചുണ്ടിലെരിയുന്ന ഹവാന ചുരുട്ടുമായി നിൽക്കുന്ന ചെഗുവേര മോഡലായിട്ടുള്ള കുറേ പേർക്ക് കഞ്ചാവിനോടുള്ള എതിർപ്പ് എത്രത്തോളം ആത്മാർത്ഥമാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ലഹരി ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചോയ്സാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് കള്ളും വിദേശ നിർമ്മിത മദ്യവും തുടങ്ങി അങ്ങോട്ടറ്റത്തേക്കുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വരെയുള്ള പലതും കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങളും ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ പോലീസ് സംവിധാനങ്ങളും അത്ര ആത്മാർത്ഥതയോടെയാണോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന ചോദ്യം, ആ ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വേടനിപ്പോൾ പിന്തുണയുമായിട്ടൊക്കെ ഒട്ടനവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു. വേടൻ ചെയ്തത് തലപോകുന്ന ഒരു തെറ്റൊന്നുമല്ല. ആരും സ്വീകരിക്കാത്ത പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് വേടൻ്റേതെന്നും അതുകൊണ്ട് ആൾക്കാർക്ക് കുരുപൊട്ടുന്നത് സ്വാഭാവികമാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പക്ഷേ വേടനെ പിന്തുണയ്ക്കുകയല്ല, പകരം അയാൾക്ക് നീതി നിഷേധിക്കരുത് എന്ന് പറയുകയാണ്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങേണ്ടതാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വേണ്ട. പക്ഷേ എല്ലാ പേർക്കും തുല്യനീതി ലഭിക്കേണ്ടതാണ്. വേടൻ്റെ രാഷ്ട്രീയ ചോദ്യങ്ങളോടും ചെറുത്തുനിൽപ്പുകളോടും യോജിപ്പുള്ളപ്പോൾ തന്നെ
ബേഡൻ്റെ നിരോധിത ലഹരി ഉപയോഗത്തോട് വിയോജിപ്പാണ് ഞങ്ങൾക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ കേരളത്തിലെ സർക്കാരും പോലീസും എക്സൈസും സ്വീകരിക്കുന്ന ലഹരി വിരുദ്ധ നടപടികളുടെ ഏത് പോസിറ്റീവ് ശ്രമത്തിനും പൂർണ്ണ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുകൂടിയുണ്ട്. തീർച്ചയായും ബേഡൻ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താൻ അവസരം നൽകേണ്ടതുമാണ്. കൂടുതൽ തെളിമയോടെ ബേഡൻ്റെ ശബ്ദം ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാർക്ക് നേരെ ഉയരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ബേഡന് ഈ പ്രതിസന്ധിയും അതിജീവിക്കുവാൻ കഴിയുമെന്നും വാക്കുകൾ കൊണ്ട് കേരളത്തെ കത്തിച്ച ബേഡനൊപ്പമാണ് എന്നും യുവജനത്തിന് ഒരു തീയായിരുന്നു ബേഡനെന്നും നമ്മൾ തിരിച്ചറിയുക. അതുതന്നെയാണ് ഇപ്പോൾ തിരിച്ചറിയുന്നതും. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്ക് പോലും ജാതിയുള്ള നാടായി കേരളം മാറിയിരിക്കുന്നു. സാംസ്കാരിക ശുദ്ധിവാദികൾ പോയി തൂങ്ങിച്ചാവട്ടെ. ബേഡൻ്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.